നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. തച്ചക്കോട് മണ്ടക്കാട്ട് നടയിലെ കാർത്തിക രോഹിണി മഹോത്സവ ദിനത്തിൽ കൊട്ര ആലിൻമുക്കിലെ ഫ്രണ്ട്സ് യുവജനങ്ങൾ അണിയിച്ചൊരുക്കിയ ഫ്ലോട്ട് ക്ഷേത്രത്തിൽ ആറാടിക്കുന്നു. കൊട്ര ബദേൽ മർത്തോമ ചർച്ചിലെ സൺഡേ സ്കൂൾ ദിനത്തിൻ്റെ സമാപന ദിനത്തിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച റാലി ഒന്ന് കാണാം. വണ്ടി വെച്ച മിയണ്ണൂർ രാധാമാധവത്തിൻ്റെ നടനവിസ്മയം 2024 എന്ന നൃത്ത പ്രോഗ്രാം മിയണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ ദിനത്തിൽ അവതരിപ്പിച്ചു. വെളിയം ഗ്രാമപഞ്ചായത്തിലെ കൊട്ര കലേക്കോട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നു. കൊട്ര മഹാത്മാഗാന്ധി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സംഘടിപ്പിച്ചു. ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പലതരത്തിലുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങളേവരും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിഞ്ഞാണ്. നമ്മുടെ കോർട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ ഹീറ്റിംഗിൻ്റെ കോർട്ട് സജ്ജമായിട്ടുണ്ട്. ഫുട്ബോൾ കളിയുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ നമ്മുടെ സ്കൂള് ഇന്ത്യയിലെ തന്നെ 2ാമത്തെ കോർട്ടാണ് നിങ്ങൾ ഈ കാണുന്ന സ്കേറ്റിങ്ങിൻ്റെ കോർട്ട്. അത് നമുക്കാരും ഞങ്ങൾ പോലും വിശ്വസിച്ചിരുന്നില്ല അങ്ങനെ ഒന്നായിത്തീരുമെന്ന്. അപ്പോൾ എന്തുകൊണ്ടും വളരെ അഭിമാനകരമായ ഒരു സ്കൂളായി നമ്മുടെ സ്കൂള് കേരളത്തിൽ ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ സ്കൂളിൽ വെച്ച് ഇത്തരം ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നമ്മുടെ മഹാത്മാഗാന്ധി വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ വെച്ച് ഇത് നടത്തപ്പെടുന്നു. അത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ക്ലാസ് എന്തിനു വേണ്ടി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഡിഗ്രി വരെ പഠിച്ചു, BCom ആണ്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ പഠിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ബിസിനസ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ദൂരെ നിന്നും കൊട്ര നാൽക്കവല ദീപു ഭവനിൽ ദീപു അന്തരിച്ചു, സംസ്കാരം നടത്തി. പരേതിന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.